സ്പോട്ട് ലൈവ് തുടരുന്നു. ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് ബസ് അപകടത്തിൽ 4 മരണം. കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലാണ് അപകടമുണ്ടായത്. കർണാടക RTC ബസ് ബസ്സിടിച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. തലപ്പാടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ്സിടിച്ച് കയറി അല്പസമയം മുമ്പാണ് വൻ ദുരന്തമുണ്ടായത്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് വിവരങ്ങളുമായി. ബൈജു, എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? ഈ 4 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ബൈജു? ബൈജു, എപ്പോഴായിരുന്നു അപകടം? അല്പസമയം മുമ്പാണ് വലിയ തോതിലുള്ള ഒരു ദാരുണമായ അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലാണ് ഇത്തരത്തിൽ കർണാടക RTC ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. ഇതിലൊരു വ്യക്തത, ഒരു ഓട്ടോറിക്ഷ കൂടി ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ ആളുകളാണോ അതല്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണോ മരണപ്പെട്ടെന്ന് അറിയില്ല. പക്ഷേ 4 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തലപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതിൽ വരാനുണ്ട്. കാരണം കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർത്തിയിട്ട ഒരു ഓട്ടോയിലും ഈ ബസ് ഇത്തരത്തിൽ ഇടിച്ചു കയറിയിട്ടുണ്ട്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് ടോമേ. ഏതായാലും കൂടുതൽ പേര് ഈ പരിക്കേറ്റവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ചികിത്സക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുള്ളവരാണോ മരണപ്പെട്ടത്, അതല്ല ഈ ഓട്ടോറിക്ഷയിലുള്ളവരാണോ എന്നുള്ളത് ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. ഏതായാലും അത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഈ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അപകടം പതിവായ ഒരു മേഖലയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു ആംബുലൻസും ഒരു കാറും കൂട്ടിയിടിച്ച് 5 പേർ ഇവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമീപത്ത് തന്നെ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായ ഒരു സ്ഥലം കൂടിയാണ് ഈ അപകടം നടന്നുള്ള ഈ സ്ഥലം. എന്തായാലും ഇപ്പോൾ 4 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. ടോം, ബൈജു, ഇവിടെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അല്ലേ? ഇവിടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിൽക്കുകയായിരുന്ന ആളുകളിലേക്കാണ് ഈ ബസ് ഇടിച്ചു കയറിയതെന്ന് പറയുന്നു. എന്നാൽ അതോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിലേക്ക് ബസ് ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. അങ്ങനെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് നാട്ടുകാരും പോലീസുമൊക്കെ പറയുന്നത്? ഇപ്പോൾ അവിടെ ഈ 4 പേരുടെയും മൃതദേഹം അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടോ? മറ്റാർക്കെങ്കിലും പരിക്കേറ്റിരുന്നോ? ടോമെ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന KSRTC കർണാടക RTC ബസ്, ഈ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇത്തരത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷയും ഉണ്ടായിരുന്നു. 4 പേരുടെ മരണമാണ് നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. കൂടുതൽ പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതും. ഇതിപ്പോൾ ഈ മരണപ്പെട്ടവർ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരാണോ അതല്ല ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുള്ളവരാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും 4 മരണം ഇത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടോമെ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഓട്ടോറിക്ഷ ഈ ബസ്സിനടിയിൽ പെടുന്ന സാഹചര്യമാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മംഗളൂരുവിൽ കൊണ്ടുപോയ 3 4 ആളുകളുടെ നില അതീവ ഗുരുതരമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും കർണാടക RTC ബസ്സാണ്. അത് മംഗളൂരുവിൽ നിന്നും കാസർഗോഡേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് ഈ തലപ്പാടി എത്തുമ്പോൾ ഇതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയും ഈ ബസ്സിന് അടിയിൽപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുമുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ മരണപ്പെട്ടവരും ഈ ഇതേ സ്ഥലങ്ങളിൽ നിൽക്കുന്നവരാണ്. ബസ്സിലുള്ളവർക്കല്ല അത്തരത്തിൽ പരിക്കോ അങ്ങനെ കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വളരെ വേഗതയിലായിരുന്നു ഈ ബസ് എന്നാണ് പറയുന്നത്.
നമുക്കറിയാം ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗങ്ങളിലൊക്കെ വളരെ വേഗതയിലാണ് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മേഖലകളിൽ വലിയ അപകടമാണ് ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു അപകടം ആംബുലൻസും ഇത്തരത്തിൽ കാറും ഇടിച്ച്. അതുകൂടാതെ നേരത്തെ മറ്റൊരു വാഹനം കാറ് ഈ ഡിവൈഡറിലിടിച്ച് 3 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി മരണം ഈ പ്രദേശങ്ങളിൽ, അതായത് മഞ്ചേശ്വരം മുതൽ ഈ തലപ്പാടി വരെ ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യെസ് ബൈജു, ഇപ്പോൾ ആ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പം കൂടി ഒരു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകുമായിരിക്കും. നമുക്കൊരു ദേശീയപാതയിൽ ആണ് സംഭവം ഉണ്ടായത്, അപകടം സംഭവിച്ചത്. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. കർണാടക RTC ബസ്സാണ് ഈ നിയന്ത്രണം വിട്ട് ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഓട്ടോറിക്ഷയിലാണ് ബസ് ഇടിച്ചതെന്നാണ്. അല്പം കൂടി വ്യക്തമായിട്ടുണ്ടോ കാര്യങ്ങൾ? അതെ ടോമേ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയാത്തത്. ഓട്ടോറിക്ഷയിൽ ഉള്ള ആളുകൾ തന്നെയാണോ ഈ മരണപ്പെട്ടതെന്ന്. കാരണം അതൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടിയാണ് ടോം. നമുക്ക് കാണാം വാഹനത്തിന്റെ വലിയ കർണാടക RTC ബസിന്റെ മുൻവശം മുഴുവൻ തകർന്നിട്ടുണ്ട്. പക്ഷെ അതിന് അകത്തോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് പരിക്കുള്ളതായുള്ള ഒരു അപകടം കാണുന്നില്ല. പക്ഷേ ഈ ബസിന്റെ ഇടിയുടെ ആഘാതത്തിലാണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന ആ സാഹചര്യം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ടോം. ഇതാണ് കർണാടക RTC ബസ്സാണ്. തലപ്പാടി ടോൾ ഗേറ്റിന് തൊട്ട് സമീപത്ത് ഈ പുതിയ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കിയ ആ പ്രദേശമാണിത്. അവിടെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഇത് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സാണ്. നമുക്ക് കാണാം, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ആ വെൽക്കം ബോർഡാണ് നമുക്ക് തൊട്ടടുത്തായി കാണുന്നത്. തലപ്പാടി ടോള് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന സ്ഥലമാണ്. എന്തായാലും ഇതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇനി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുള്ളവർ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടോ? ഏതായാലും അപകടത്തിൽ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുള്ളവർ പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗതാഗതം നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ് ടോമെ വളരെ വേദന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ ബസ്സിന് മുൻവശത്താണ് ഇത്തരത്തിൽ ഈ കേടുപാട് സംഭവിച്ചിട്ടുള്ളത്. ബസ്സിനകത്തുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല, ചെറിയ പരിക്ക് മാത്രമാണെന്ന് അറിയാൻ സാധിക്കുന്നത്. ഇത് ആ ഓട്ടോറിക്ഷയുടെ ദൃശ്യം നോക്കൂ ടോമേ, അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. ആ വാഹനത്തിലുണ്ടായിരുന്നവർ തന്നെയാണോ ഈ മരണപ്പെട്ടത് എന്നതിന് സ്ഥിരീകരിക്കേണ്ടത്. ഇതൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടിയാണ് ഈ ഓട്ടോറിക്ഷ നിൽക്കുന്ന സ്ഥലം ടോമേ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥിരീകരണം വരാനുണ്ട്. എന്നാലും ഈ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന അവസ്ഥ. വളരെ വേഗതയിലായിരുന്നു ഈ ബസ് എന്നാണ് പറയുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇടിച്ച് കയറുകയായിരുന്നു ഈ ആളുകളുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്ക് ഇതിൽ അപകടത്തിൽ പരിക്കേറ്റുണ്ട്. ഇനി അവരുടെ നില കൂടി ഏത് അവസ്ഥ എന്ന് അറിയേണ്ടി വരും. എന്നാൽ 4 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മംഗളൂരുവിൽ കൊണ്ടുപോയ ആളുകളുടെ നില അതീവ ഗുരുതരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണുന്നത് അല്പസമയം മുമ്പ് ഈ അപകടത്തിന്റെ നടന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ടോം. യെസ്, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. തലപ്പാടിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. നിയന്ത്രണം വിട്ട കർണാടക RTC ബസ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിക്കുകയായിരുന്നു. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്താണ് അപകടത്തിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ടില്ല.